പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോംവഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ, സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിലെ നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിലെ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ. സുന്ദരി മാതാവ് സമയത്തിനധികമായ പരിശുദ്ധ അമ്മ കൃപാസന മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ. നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നിങ്ങൾ സംസാരിച്ചാൽ ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ, കുടുംബം വന്ന് പെട്ടിരിക്കുന്ന വഴികൾ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, പല വിഷയങ്ങളെക്കുറിച്ചും ഏത് ജോലിക്ക് പോകണം, ഏത് നാട്ടിൽ പോകണം, ഏത് രാജ്യത്ത് പോകണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, എന്ത് പഠിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുന്നവർ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, അവർക്ക് പരിശുദ്ധാത്മ പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ തീരുമാനം എടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ
സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയായി രോഗപീഠകള്, വേദന രോഗങ്ങള്, മറ്റു വ്യക്തികളുമായിട്ടുള്ള വഴക്കുകള്, കേസുകള്, കോടതി കേസുകൾ, പോലീസ് കേസുകൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, പരീക്ഷാ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കാൻ പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ നിങ്ങളെ യേശുനാമത്തെ ആശീർവദിക്കുന്നു. നമ്മൾ ഇന്നലെയും കൃപാസനത്തിലെ ഒരു മോള് കൃപാസനത്തിൽ കാല് കുത്തിയപ്പോൾ തന്നെ സുഗന്ധാഭിഷേകം ഉണ്ടായെന്ന് പറഞ്ഞു. ഈ പലപ്പോഴും ആൾക്കാർ സുഗന്ധാഭിഷേകത്തെക്കുറിച്ച് പറയുമ്പോഴേ ഒത്തിരി പേർക്ക് ഇത് പുറത്തുള്ള എല്ലാവർക്കും തന്നെ ഇതൊരു അവിശ്വാസമായിട്ട് തോന്നും. നമ്മുടെ ഷാജിസിൻ്റെ തുമ്പച്ചരച്ചൻ്റെ സുഗന്ധവാഹിനി അമ്മ എന്നുള്ള പാട്ടില്ലേ, ആ പാട്ടിറങ്ങിയപ്പോൾ ചില സെമിനാരി ആ പാട്ട് പാടിക്കത്തില്ലായിരുന്നു. അതിൻ്റെ കാരണം അതിൻ്റെ അകത്ത് എന്തെങ്കിലും അക്കാഡമിക്കൽ എററുണ്ടെന്ന് കണ്ടിട്ടായിരിക്കും അത് പറയാതിരുന്നത്, പാടിക്കാതിരുന്നത്. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതേ, നമ്മളുടെ അറിവിൻ്റെ, അതായത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന ആത്മീയ അനുഭവങ്ങളുടെ അപ്പുറത്ത് ഒത്തിരിയേറെ ആധ്യാത്മിക അനുഭവങ്ങളുണ്ട്. ഞാൻ ഒരിക്കലേ ചെല്ലാനം എന്നും പറഞ്ഞൊരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ പോയി. ചെല്ലാനം നിങ്ങൾക്കൊക്കെ ഫേമസ് സ്ഥലമാണ്. ഞാൻ ആ ഇടവകെ 11 ധ്യാനം നടത്തിയിട്ടുണ്ട്. എനിക്ക് കൊച്ചുരൂപതയോട് പ്രത്യേക കടപ്പാടുള്ളത് എൻ്റെ ശുശ്രൂഷയുടെ ആദ്യകാലങ്ങളിലൊക്കെ എന്നെ എപ്പോഴും ധ്യാനത്തിന് വിളിച്ചുകൊണ്ടിരുന്ന കൊച്ചുരൂപതയാണ്. ഈ ഒരു ഇടവകയിൽ 11 ധ്യാനം നടത്തിയിട്ടുണ്ടെങ്കിൽ 11 വർഷം അടുപ്പിച്ച് ധ്യാനിപ്പിച്ചെന്നല്ല എൻ്റെ അർത്ഥം. ഞാനൊക്കെ ഒരു ദിവസം അവിടെ ഒരു കൊച്ചു പള്ളി, കായലിൻ്റെ നടുക്ക് കുറേ ചിറകളാണ്, ചിറയും തോടും വെള്ളവും ഒക്കെയാണ്. അപ്പോൾ കായലിൻ്റെ നടുക്ക് ഒരു പള്ളി, ചാപ്പൽ അവർ നിർമ്മിച്ചു, ഇടവക്കാർ, കുരിശുപള്ളി. അപ്പോൾ ആദ്യമായത് കാരണം പള്ളി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അതിനനുബന്ധമായിട്ട് അവർ ധ്യാനം വെച്ചു. അപ്പോൾ എന്നെ വന്ന് വിളിച്ച്, അപ്പോൾ അത് ആ ഒരു ചാപ്പലാണ് ശരിക്കും. അപ്പോൾ ഞാൻ ധ്യാനിപ്പിക്കാൻ നേരിട്ട്. പക്ഷേ നമ്മുടെ റോഡിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ, റോഡിൽ നിന്ന് 1 കിലോമീറ്റർ ചിറപ്പുറത്ത് കൂടി ഉള്ളിലോട്ട് പോയെങ്കിലാണ് ഈ പള്ളി. കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ ധ്യാനിപ്പിക്കാൻ ചെന്ന ദിവസം ഭയങ്കര ഇടിയും വെട്ടി മഴ പെയ്തു. അപ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ പ്രദേശം മുഴുവനും ചിറയെല്ലാം മുങ്ങി കായലും കരയും അറിയാതെ ഇങ്ങനെ മുഴുവൻ മൊത്തം വെള്ളമായിട്ട് കിടക്കുക. നമ്മളൊരു കടലിലോട്ട് നോക്കണ പോലെ ഇരിക്കും. അപ്പം ഞാനോട് ദൈവത്തിന് അറിയാമായിരുന്നില്ല ഈ ഇത്രയും കഷ്ടപ്പാടാണ് ധ്യാനമെന്ന്. അത് രസത്തില്ല, വികാരിച്ച പോലും വന്നില്ല ആ ധ്യാനത്തിന്. ആൾക്കാർ തന്നെ വളരെ വളരെ അപൂർവം ആൾക്കാരാണ് വന്നത്. ഈ വലിയ വലിയ കാര്യങ്ങൾക്ക് ചില സമയത്ത് ആൾക്കാർ കുറയും. അൽഫോൻസാമ്മയുടെ അടക്കത്തിനൊക്കെ 50 പേരെ ഉണ്ടായിരുന്നു പറഞ്ഞല്ലേ, ഞാൻ എപ്പോഴും അതിരുന്ന് നോക്കും. ആ 50 പേരെന്ന് പറയുന്നത് പുണ്യപ്പെട്ട മനുഷ്യരാണ്. അതുപോലെ തന്നെയാണ് ചില കാര്യങ്ങൾക്ക് ആൾക്കാരെ ദൈവം തന്നെ ചുരുക്കിക്കളയും. എന്ന് വെച്ചാൽ നമുക്ക് തോന്നും നമുക്കെതിരെ എന്തോ നമ്മുടെ കയ്യിരിപ്പ് കൊണ്ട് എന്തോ കുഴപ്പം സംഭവിച്ചതാണെന്ന് തോന്നും. അതൊന്നും എൻ്റെ കാര്യം. ചില വലിയ കാര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു എഡിറ്റിങ് വരും. അതാണ് ഈശോ പറഞ്ഞത്, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞിട്ടില്ല.
ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട. അപ്പം നീ ഇപ്പോൾ ഒരു വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ സമയം. ഇപ്പം ഇന്ന് കൃപാസനത്തിലൊരു സാക്ഷ്യം ഉണ്ടായെന്നറിയാമോ? ഒരു ചെറുപ്പക്കാരത്തിയാണ്. അവൾ പറഞ്ഞത്, എൻ്റെ അമ്മ ഉടമ്പടി എടുത്തു, ഉടമ്പടി 3 പുതുക്കി. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തില്ല. കാര്യം എനിക്ക് ഈ പത്രം കൊണ്ടടന്ന് കൊടുക്കണമെന്നൊക്കെ പറയുമ്പോഴേ ഭയങ്കര ചമ്മല. പത്രം കൊടുക്കണം, പിന്നെ എനിക്ക് രാവിലേക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. രാവിലേക്ക് എഴുന്നേക്കണമെങ്കിൽ എനിക്ക് ഭയങ്കര പ്രയാസമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കാലം ഈ ജന്മത്തിൽ ഉടമ്പടി എടുക്കണമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് തോന്നി, ശരിക്കും പറഞ്ഞാൽ മാതാവ് ഈ ഉടമ്പടി തന്ന കാലത്ത് എന്തെല്ലാം ഉണ്ടായിരുന്നു അതേ ഇപ്പോഴും ഉള്ളേ. മാതാവ് ഉടമ്പടി തന്ന കാലത്തുള്ളതാണ് ഈ പത്രം കൊണ്ടുനടന്ന് കൊടുക്കുക, അതുപോലെ തന്നെ രാവിലെ 5:30 എഴുന്നേൽക്കുക എന്നുള്ളതല്ല. അപ്പം മാതാവ് ആരെയൊക്കെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിത് മുതൽ മുടക്കാൻ കഴിയാത്തവൻ പുറത്ത് തന്നെ നിൽക്കണമെന്ന് തന്നെയാണ് മാതാവ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് മുതൽ മുടക്കാൻ കഴിയുള്ളവൻ അതിനുവേണ്ടി അതിൻ്റെ ഭാഗഭാഗത്വവും ഗുണഭോക്താവും ആകണം. അപ്പം നിങ്ങളെ ഈ ചെറിയ അജഗണം എന്ന വചനം എടുത്ത് ലൂക്ക 12:32 ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നമ്മൾ ചില സ്ഥലത്ത് നമ്മളുടെ സാക്ഷ്യത്തിൻ്റെ പേരിൽ ചില സമയത്ത് നമ്മളെ സപ്പോർട്ടേഴ്സ് കുറയും. ഇപ്പം ഞാനൊക്കെ ആദ്യം ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ 0 സപ്പോർട്ടേഴ്സായിരുന്നു. ഓരോ വിഷയത്തിനും അങ്ങനെയായിരുന്നു. ഓരോ വിഷയത്തിനും എല്ലാം ദൈവത്തിൻ്റെ ഓരോ കാര്യം. ഉടമ്പടി അതിന് മുമ്പ് ഞാൻ കടലോരം നടത്തുമായിരുന്നു. എല്ലാം പുതിയ ശുശ്രൂഷകളാണ് കർത്താവ് ഏൽപ്പിച്ചത്. പക്ഷെ അതിനെല്ലാം ആദ്യം നമുക്കൊരു സപ്പോർട്ടും കിട്ടത്തില്ല. നല്ല സപ്പോർട്ടാകുമ്പോൾ ഞാനത് നിർത്തിക്കളെ. അതിൻ്റെ കാര്യം അതിൻ്റെ എന്താ പറഞ്ഞ ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, പിതാവ് നിങ്ങൾക്ക് രാജ്യം കൽപ്പിച്ച് നൽകാൻ പ്രസാദിച്ചിരിക്കണം എന്നാണ്. അപ്പോൾ ഈ നമ്മൾ ചെറിയ ഒരു ഞെരുങ്ങിയ സാഹചര്യങ്ങളിൽ, കുറഞ്ഞ സാഹചര്യങ്ങളിൽ, പേരില്ലാത്ത സാഹചര്യങ്ങളിൽ, ആകർഷണമല്ലാത്ത സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ സുവിശേഷം സാക്ഷിക്കുമ്പോൾ അത് പിതാവ് നിങ്ങൾക്ക് രാജ്യം കൽപ്പിച്ച് നൽകാൻ പ്രസാദിച്ചിരിക്കണമെന്നാണ്. ദൈവത്തിൻ്റെ പ്രസാദം വരണത്. അപ്പം എപ്പോഴും ഒരിക്കലും ഓർക്കണമെന്ന് ചില ഇപ്പം നമുക്ക് കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുമ്പോൾ പലപ്പോഴും അംഗീകാരം കിട്ടണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരത് അംഗീകരിക്കണമെന്നോ ഏറ്റെടുക്കണമെന്നോ ഒരു നിർബന്ധമില്ല. ഏറ്റെടുക്കാത്തൊരു കാലവും അംഗീകരിക്കാത്തൊരു കാലവും ആയിരിക്കും കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ കാലം. ഞാൻ ആ ചെല്ലാനവളുടെ കാര്യം പറഞ്ഞില്ലേ, അത് നാളെ പറയാം. ഇപ്പോഴേ ഈ ആശയം കറക്റ്റായിരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ കൃപാസന അൽത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെയും പരിശുദ്ധ അമ്മയുടെയും യേശുപ്പൻ്റെയും മുന്നിൽ എന്നെയും എൻ്റെ കുടുംബത്തിനെ പ്രത്യക്ഷീകരണത്തിനെ സാക്ഷിയാക്കി മാറ്റിയതിന് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് അഞ്ജന. ഞാൻ ചാത്തന്നൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ. ഇതെനിക്ക് അമ്മ മാതാവ് വഴി ലഭിച്ച കുഞ്ഞ് ഇഷാൻ. ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് 2024 നവംബർ 8-ാം തീയതി. ഞാൻ ഇവിടെ തീർത്ഥാടനമേ ഉടമ്പടി എടുക്കുന്നത് ഇന്നാണ്. 2 വർഷമായി ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബഹ്റൈനിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞങ്ങൾ 5 വർഷമായി ബഹ്റൈനിലാണ് താമസിച്ച് വരുന്നത്. എനിക്ക് കല്യാണം കഴിഞ്ഞ് 5 വർഷമായിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല. 3 മിസ്കാരേജ് കഴിഞ്ഞ് ഇതെൻ്റെ 4ാമത്തെ പ്രഗ്നൻസിയിലുണ്ടായ കുഞ്ഞാണ്. എന്താ പ്രോബ്ലം എന്ന് പറയുന്നത്, ആദ്യത്തെ 2-3 മാസം കഴിയുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി എൻ്റെ ബോഡിയിൽ തന്നെ ബ്ലീഡിങ് ആയി ആ പ്രഗ്നൻസി മിസ്കാരേജായി പോകുന്നതായിരുന്നു.
അപ്പോൾ ഞാൻ +2 പഠിക്കുന്ന സമയം മുതൽ തന്നെ എനിക്ക് തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ടായി. അത് ഞാൻ ഫോളോ അപ്പ് ചെയ്ത് അറിയുന്നത് എൻ്റെ ശരീരത്തിൽ തൈറോയ്ഡ് ആൻറ്റിബോഡീസ് കൂടുതൽ മിനിമം വേണ്ടത് 15 ആണെങ്കിൽ എൻ്റെ ബോഡിയിലുള്ളത് 200-ന് മേലെ. അതാണ് അതിൻ്റെ പ്രോബ്ലം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഇൻ കേസ് പ്രഗ്നൻസി അങ്ങനെ എന്തെങ്കിലും ആവുകയാണെങ്കിൽ അത് നമ്മുടെ ബോഡിയിൽ ഒരു ഫോറിൻ ബോഡിയായി കണക്കാക്കി അത് തന്നെ റിജക്റ്റ് ചെയ്യും. അതൊരു 3 മന്ത് ബിഫോർ ഫസ്റ്റ് ട്രൈമസ്റ്ററിലായിരിക്കും മിസ്കാരേജ് സംഭവിക്കുന്നത്. എത്ര ഇഞ്ചക്ഷൻസോ മെഡിസിൻസോ തന്നാലും അത് ബോഡിയിൽ വയറ്റിൽ ഗർഭം ധരിക്കാൻ പറ്റില്ല. അത് എങ്ങനെയായാലും മിസ്കാരേജായി തന്നെ പോവും. അതിന് സിംറ്റംസ് കാണിക്കുന്നത് എൻ്റെ മുഖം ഫുള്ള് മുഖക്കുരു വരും, ദേഹം ഫുള്ള് ചൊറിച്ചിൽ. ഇതൊക്കെയാണ് പ്രഗ്നൻസി ടൈം ഫസ്റ്റ് ഒരു 2 വീക്സ് തൊട്ടേ സ്റ്റാർട്ടാവുന്നത്. അങ്ങനെ 2024 നവംബറിൽ എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ ബഹ്റിനിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്, പുള്ളിക്കാരി ഒരു ക്രിസ്ത്യനാണ്, ഞാനൊരു നോൺ ക്രിസ്ത്യനാണ്. പുള്ളിക്കാരി ദീപ്തി എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. പുള്ളി പറഞ്ഞു, ഇങ്ങനെ ഒരു കൃപാസനം എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട് ആലപ്പുഴ, അവിടെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്, അവിടെ പോയി പ്രാർത്ഥിച്ചാൽ നമ്മുടെ എന്ത് കാര്യവും നടക്കും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എനിക്ക് ഓൾറെഡി ഞാൻ ഒരു 5th സ്റ്റാൻഡേർഡ് മുതലേ എൻ്റെ കയ്യിൽ ജപമാലയും എൻ്റെ കയ്യിൽ യേശുവയുടെ ഫോട്ടോ, കാരണം ഞാൻ പഠിച്ചത് എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സ് പറയുമായിരുന്നു, നിങ്ങൾ ചർച്ച് കാണുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ എന്തെന്നറിയില്ല, അന്ന് മുതലേ പ്രാർത്ഥിക്കും. എൻ്റെ പാരൻസ് ആണെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നതിൽ കുഴപ്പമോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പള്ളികളിൽ പോവും, എൻ്റെ അമ്മയാണെങ്കിലും പോവും, വലിയമ്മയാണെങ്കിലും പോവും, അച്ഛനാണെങ്കിലും ഒക്കെ പോകുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. സോ ഞാൻ ഒരു +2 വരെയും, +2 കഴിഞ്ഞ് നഴ്സിംഗ് പഠിക്കുമ്പോഴും സെൻറ്റ് മേരീസ് ചർച്ച് ട്രിവാൻഡ്രം എല്ലാം വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ഒക്കെ സമയം കിട്ടുമ്പോഴൊക്കെ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് അമ്മ മാതാവിനെയും യേശുപ്പനെയും നന്നായിട്ട് അറിയാം. ഞാൻ എന്ത് കാര്യവും പ്രാർത്ഥിക്കാറുണ്ട്, എനിക്കതെല്ലാം നടന്നിട്ടുമുണ്ട്. ഈവൻ ഞാൻ ഇവിടെ നാട്ടിൽ നിന്ന് പോയി ഹസ്ബൻഡിൻ്റെ കൂടെ ഒരുമിച്ച് താമസിക്കാനും എക്സാം ക്ലിയർ ചെയ്യാനും ഒക്കെ ഉടമ്പടി എടുക്കാതെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ വേറൊരു കൂട്ടുകാരി പറഞ്ഞായിരുന്നു, ചേച്ചിയുടെ ഹസ്ബൻഡ് അതൊരു നോൺ ക്രിസ്ത്യനാണ്, ചേച്ചിയുടെ ഹസ്ബൻഡ് ക്യാൻസർ സർവേലൻസ്. അപ്പോൾ ഈ 2 സാക്ഷികൾ എൻ്റെ മനസ്സിൽ തന്നെ കിടന്നിരുന്നു. ഞാൻ യൂട്യൂബ് ചെക്ക് ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് എവിടെ നിന്ന് അറിഞ്ഞൂടാ, ബഹ്റൈനിൽ എനിക്കൊരു കൃപാസന പത്രം കിട്ടി. അത് ഒരു 8 ഡിസംബർ 2023 പത്രമായിരുന്നു. ഞാൻ കുറച്ച് വായിച്ചു, എന്നിട്ട് ബാക്കിൽ സമയം കിട്ടുമ്പോഴൊക്കെ വായിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ഈ ഫ്രണ്ട് പറഞ്ഞു ഓൺലൈൻ ഉടമ്പടി എടുത്തു. അപ്പം ഞാൻ നാട്ടിൽ വന്നത് ഒക്ടോബറിലായിരുന്നു. ഞാൻ ഒക്ടോബറിൽ വന്ന സമയത്ത് എനിക്കിതിനെപ്പറ്റി അറിയില്ല, അല്ലെങ്കിൽ ഞാൻ അന്ന് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുമായിരുന്നു. നവംബറിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം തന്നെ എൻ്റെ മനസ്സിൽ തോന്നി എനിക്കിവിടെ വരണം, എങ്ങനെയെങ്കിലും വരണം. പക്ഷേ ഞാൻ റീജോയിൻ ചെയ്തതേ ഉള്ളൂ. ആ സമയത്ത് എനിക്ക് ലീവ് കിട്ടില്ല. ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്തും എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തും പറയാമെന്ന് വിചാരിച്ചു. കാരണം ആ സമയത്ത് തന്നെ അമ്മയടുത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കും, ആരെനിക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കും, ആ അൾത്താരയിൽ എനിക്ക് വേണ്ടി ആരെങ്കിലും പോയി പ്രാർത്ഥിക്കാൻ എനിക്ക് അമ്മ ആരെങ്കിലും റെഡിയാക്കി തരണമെന്ന് പറയുമായിരുന്നു. അങ്ങനെ നിർഭാഗ്യവശായാലും ഭാഗ്യവശായാലും ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ആ സമയത്ത് അമ്മയുടെ കാലിന് അസുഖമായി ഹോസ്പിറ്റലൈസ്ഡായി. എൻ്റെ ഹസ്ബൻഡിന് നല്ല ടെൻഷനും അമ്മയെ കണ്ടോളാൻ വയ്യ എന്നുള്ള രീതിയിലായി. ഹസ്ബൻഡ് റിട്ടേൺ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ വന്നു. ആ സമയം ഞാൻ ബഹ്റിനിൽ ഒറ്റയ്ക്കും, ഹസ്ബൻഡ് അമ്മയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലും വന്നു. അങ്ങനെ എൻ്റെ മനസ്സിൽ ശരിക്കും സന്തോഷമാണ് തോന്നിയത്. കാരണം എൻ്റെ പ്രാർത്ഥന അമ്മ കേട്ടു, അതുകൊണ്ട് ഹസ്ബൻഡ് ആ പ്രാർത്ഥനയും കൊണ്ട് ഇവിടെ വന്നു. അങ്ങനെ ഒരാഴ്ച അമ്മ ഹോസ്പിറ്റലിലെല്ലാം കഴിഞ്ഞു. അതിനുശേഷം ഹസ്ബൻഡ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, തിരിച്ചു വന്നു. ആ മാസം അത് കഴിഞ്ഞ് അതിന് മുന്നേ ഞാൻ
രണ്ടായി എനിക്ക്. ഞാൻ ഫസ്റ്റ് മിസ്കാരേജ് നടന്ന സമയത്ത് നോർമൽ പ്രഗ്നൻ്റ് ആയിരുന്നു. രണ്ടാമത്തെ വട്ടം 2 IUI ചെയ്തു. അതിൽ ഒരെണ്ണം പ്രഗ്നൻസി പോസിറ്റീവായി, രണ്ടാമത്തത് ഫെയിലും ആയിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും പ്രഗ്നൻസിയായി, പക്ഷേ അത് മിസ്കാരേജ് ആയിപ്പോയി. ഇതെൻ്റെ 4ാമത്തതാണ്. അങ്ങനെ ഡിസംബർ 28 ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. 30-ാം തീയതി ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. യൂറിൻ ടെസ്റ്റ് അല്ല, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. പ്രഗ്നൻസി പോസിറ്റീവാണെന്നറിഞ്ഞു. അന്നും സന്തോഷമില്ല, കാരണം ഓൾറെഡി എപ്പോഴും പോസിറ്റീവാകും. വീണ്ടും മിസ്കാരേജിൽ 2 മാസം കഴിയുമ്പം ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യും, മിസ്കാരേജ് ആവും. അങ്ങനെ ഡോക്ടർ പറഞ്ഞു റിപ്പീറ്റ് ചെയ്യാം. ജനുവരി 1 വീണ്ടും റിപ്പീറ്റ് ചെയ്തു. കൗണ്ട് ഡബിൾ ആവുന്നുണ്ട്. ഫുൾ മെഡിസിൻസ്, ടാബ്ലറ്റ്സ്, സപ്പോസ്ട്രി, ഇഞ്ചെക്ഷൻസ് എല്ലാം വിത്ത് കൺട്രോൾ. കാരണം ഓൾറെഡി എനിക്ക് പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് മിസ്കാരേജ് ഉണ്ട്. പ്ലസ് തൈറോയ്ഡ് എലിവേറ്റഡ് ഉണ്ട്. അതായത് എന്തായാലും മിസ്കാരേജ് ആവും എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് അച്ഛനും കൂടെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ എനിക്ക് എപ്പോഴൊക്കെ എനിക്ക് വന്ന് ഇവിടെ അമ്മയടുത്ത് കാണണമെന്ന് പറയണമെങ്കിൽ എൻ്റെ അച്ഛൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. ഉടമ്പടി എടുത്തിട്ടില്ല, പക്ഷെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ജനുവരി മാസം ഫുൾ കംപ്ലീറ്റ് ആവുന്നു. ജനുവരി 30 ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോയതാ. ഫുൾ ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ പാൻറ്റും അടിയിൽ ഫുൾ ഒരു മേ ബി ഒരു 100 ml ബ്ലഡ് വരും. ആ സമയത്ത് ഞാൻ 8 വീക്സ് പ്രഗ്നൻ്റ് ആണ്. സ്കാൻ മേ ബി ഒരു 2-3 ഡേയ്സ് മുന്നേ സ്കാൻ ചെയ്തേ ഉള്ളൂ. 8 വീക്സ് പ്രഗ്നൻ്റ്. ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ലായിരുന്നു. ഈവൻ അമ്മയുടെ അടുത്തും എൻ്റെ അമ്മയുടെ അടുത്തും മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എനിക്കറിയില്ല, എന്തോ എൻ്റെ ഒരു ഫ്രണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ ഹാർട്ട് ബീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ കിട്ടുമോ ഇല്ലേ എന്നുള്ള ഒന്നും അറിയില്ല. ഫുൾ ബെഡ് റെസ്റ്റ് വേണം. അവർക്ക് താഴെ സ്റ്റിച്ച് ഇടാൻ പറ്റില്ല, കാരണം ബ്ലീഡിങ് സ്റ്റോപ്പ് ആവണം. ബ്ലീഡിങ് സ്റ്റോപ്പ് ആവുന്ന അന്ന് നമുക്ക് സ്റ്റിച്ച് ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ബെഡ് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല, കാരണം ഓൾറെഡി ഞാൻ 1 മന്ത് വെക്കേഷൻ കഴിഞ്ഞ് ജസ്റ്റ് 2 മന്ത് ജോയിൻ ചെയ്തതേ ഉള്ളൂ. ആ സമയത്ത് വെക്കേഷൻസ് ഒന്നും പെൻഡിങ്ങും ഇല്ല. എനിവേ എനിക്ക് സിക്ക് ലീവ് കിട്ടി, 1 വീക്ക് സിക്ക് ലീവ്. ആ സമയത്തും എൻ്റെ കയ്യിൽ എനിക്ക് ഉടമ്പടി, തൈലം, കാശിരൂപം ഇതെല്ലാം എൻ്റെ ഫ്രണ്ട്സ്, കാരണം എനിക്ക് ഓൾറെഡി മിസ്കാരേജുകൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാമെന്നുള്ള ഫ്രണ്ട്സിനും ഞാൻ ഉടമ്പടി എടുത്ത ഫ്രണ്ട്സിനും അറിയാമായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തതാണ്, ഇങ്ങനെ ഞാൻ പ്രഗ്നൻ്റ് ആയി എന്ന്. ആ സമയത്ത് തന്നെ ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞായിരുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഒരു 1 വീക്ക് വരെ ബെഡ് റെസ്റ്റ് വേണം. 2 ഡേയ്സ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, 1 വീക്ക് ബെഡ് റെസ്റ്റ് എടുത്തു. നെക്സ്റ്റ് ഡേ തൊട്ട് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. ബ്ലീഡിങ് സ്റ്റോപ്പായില്ല, കണ്ടിന്യൂസ് ബ്ലീഡിങ്. ഡെയിലി 4-5 പാഡും ഞാൻ മാറ്റുമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു തമാശയോ അല്ലെങ്കിൽ ഇതൊക്കെ, പക്ഷേ ഈ സഹനങ്ങളിലൂടെ എല്ലാം കടന്നു വന്നവർക്ക് അതിൻ്റെ വിഷമവും മാനസിക വിഷമവും കരയുമായിരുന്നു. ശരിക്കും ഒരു ദിവസം 4-5 പാഡ് പ്രഗ്നൻ്റ് ആയിട്ട് മാറ്റുന്നതിൻ്റെ അവസ്ഥ, അതും ഡ്യൂട്ടി സമയത്തും. ഫാസ്റ്റിംഗ് മുടക്കില്ലായിരുന്നു, ഫുൾ ഫാസ്റ്റിംഗ് എടുക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ തളർന്നു, കാരണം ഡെയിലി ഇഞ്ചക്ഷൻ 2 ബട്ടക്സിലോ എടുക്കാൻ പറ്റുള്ളൂ. ഡിസംബർ തൊട്ടുള്ള ഇഞ്ചക്ഷൻ അത് പതുക്കെ സ്റ്റോപ്പ് ആക്കുന്നത് ഏപ്രിൽ ഒരു 30 ലാസ്റ്റ് തളർന്ന അമ്മയുടെ അടുത്ത് പറയുമായിരുന്നു, എങ്ങനെയെങ്കിലും ഈ ഇഞ്ചക്ഷൻ ഒന്ന് നിർത്തി തന്നാൽ മതി, ടാബ്ലറ്റ് ഞാൻ കഴിച്ചോളാം, സപ്പോസ്ട്രി ഞാൻ വച്ചോളാം, പക്ഷേ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ വേദനയൊന്നുമില്ല. കാരണം ഞാൻ ചിന്തിക്കും ഇതിനെക്കാട്ടിയും വേദനയാണ് നമ്മുടെ കുരിശിൽ കിടക്കുന്ന യേശു അപ്പം സഹിച്ചത്. അപ്പം ഓരോ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴും അത്രയും ചെറിയ എനിക്ക് വേദന സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യണം? അപ്പോൾ ഓരോ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴും ഓരോ വേദന വരുമ്പോഴും ഈശോയുടെ പീഡാസഹനമായിട്ട് കോറിലേറ്റ് ചെയ്യും. അപ്പം ആ വേദന ഒന്നും അല്ലെന്ന് തോന്നും. അങ്ങനെ പതുക്കെ ബ്ലീഡിങ് സ്റ്റോപ്പ് ആവാൻ തുടങ്ങി. ഒരു 6 മന്തൊക്കെ ആയപ്പം ബ്ലീഡിങ് പൂർണ്ണമായിട്ടും മാറി. അങ്ങനെ ഒരു 8 മന്ത് ആയപ്പം പെട്ടെന്ന്
വാട്ടർ ബ്രേക്കായി. ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഒരു നൈറ്റ് സമയത്ത്, ഡ്യൂട്ടി സമയത്താണ് വാട്ടർ സ്റ്റാർട്ടായത്. പക്ഷെ അറിയില്ലായിരുന്നു അത് വാട്ടർ ബ്രേക്ക് ആയതെന്ന്. ഡ്യൂട്ടിയിലെ ഡോക്ടറിൻ്റെ അടുത്ത് കാണിച്ചപ്പം മേ ബി അത് ഇൻഫെക്ഷൻ ആയിരിക്കും, പേടിക്കാനൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്നു. അന്ന് മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു. വീട്ടിൽ ചെന്നു. നൈറ്റും പാഡ് വെച്ച് തന്നെ കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ എപ്പോഴും 3:30 ആകുമ്പോൾ എണീക്കും രാവിലെ. കാരണം എനിക്ക് 5:30 പ്രാർത്ഥിക്കണമെന്നറിയാം. അതുകൊണ്ട് ഹസ്ബൻഡ് 5 മണിക്ക് പോവും. അപ്പോൾ അതിന് മുന്നേ എല്ലാം റെഡിയാക്കിയിട്ട് 5:30 എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ 6 മണിക്ക് പോകണം. 5:30 ഞാൻ എണീറ്റ് പ്രാർത്ഥിച്ചിട്ട് 6 മണിക്ക്, ആ 5 മണി തൊട്ട് 5:30 എൻ്റെ റെഡിയാവുന്ന എല്ലാം ചെയ്യും. ഇപ്പോഴും അങ്ങനെയാണ്. 5:30 പ്രാർത്ഥന കൂടും. അത് കഴിഞ്ഞ് 6 മണിക്ക് പോകും. അപ്പോൾ എനിക്ക് പാഡ് നല്ല സോക്കാവുന്നത് പോലെ തോന്നി. അങ്ങനെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കെന്തോ നല്ല ഡൗട്ടുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അതൊരു ഓഗസ്റ്റ് 5-ാം തീയതി ആയിരുന്നു, ചൊവ്വാഴ്ച. അങ്ങനെ ഹോസ്പിറ്റലിൽ രാവിലെ തന്നെ പോയി. 6 മണിയായപ്പോൾ അവിടെ എത്തി. അന്ന് എനിക്ക് ഈവനിങ് ഡ്യൂട്ടിയാണ്. 6 മണിയായി. അപ്പോൾ ഹസ്ബൻഡ് അന്ന് ഡ്യൂട്ടിക്ക് പോയില്ല. പോയ സമയത്താണ് അറിയുന്നത് അത് വാട്ടർ ബ്രേക്കായി. ഓൾറെഡി 1 സെൻറ്റിമീറ്റർ ഡൈലേറ്റഡ് ആയിട്ടുണ്ട്. വളരെ എനിക്ക് മുന്നേ എൻ്റെ AFI 18 സംതിങ് ആയിരുന്നു. പക്ഷേ നല്ല വാട്ടർ കുറഞ്ഞിട്ടുണ്ട്, 12-13 ആ റേഞ്ചിലായി. അപ്പം അത് മേ ബി ഇന്നലെ മുതൽ വാട്ടർ ലീക്ക് ആയതാണ്, ഞാൻ അറിയാത്തതാണെന്ന് പറഞ്ഞു. ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അവർ പറഞ്ഞു ഈ കേസ് ഇവിടെ എടുക്കാൻ പറ്റില്ല, കാരണം NIC അഡ്മിഷൻ വരും, കുഞ്ഞിന് 2 kg ബേബി വെയിറ്റേ ഉള്ളൂ. ബിക്കോസ് ഞാൻ 34 വീക്ക് ആയതേ ഉള്ളായിരുന്നു. സൽമാനിയ എന്ന് പറയുന്ന ഹോസ്പിറ്റലുണ്ട്, മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ, അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. കാരണം ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. ഗവൺമെൻറ് ഹോസ്പിറ്റൽ, വേറൊരു രാജ്യം, അവിടെ എങ്ങനെയായിരിക്കും, ആരും ഇല്ല, എന്താ അവസ്ഥയെന്ന് അറിയില്ല. വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നമുക്കൊന്നും പേടിക്കാനില്ല. അവിടെ എൻ്റെ ഡോക്ടേഴ്സ്, ഞാൻ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടേഴ്സ് തന്നെ അവിടെ എന്നെ സഹായിക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷേ എന്നെ അറിയാവുന്നവരെല്ലാം സൽമാനിയയിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിനെ വിളിച്ച് കോണ്ടാക്റ്റ് ചെയ്ത് വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഹസ്ബൻഡ് ആംബുലൻസ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ബട്ട് ഞങ്ങൾ വണ്ടിയിൽ തന്നെ പോയി. അവിടെ ചെന്നു. വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് മുന്നേ ഒരു 10-20 പേര് ആൾക്കാർ അവിടെ നിൽക്കുകയാണ്. ഒരു സ്റ്റാഫ് നഴ്സ് വന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വന്നോളൂ ചെക്ക് ചെയ്യാം. ഞാൻ ചെക്ക് ചെയ്യാൻ അവിടെ പോയി ഇരുന്നതും എൻ്റെ വാട്ടർ ഫുള്ളായിട്ട് അവിടെ തന്നെ ബ്രേക്ക് ചെയ്തു. ഈ 20 മുന്നേ വേറെ ഇരിക്കുന്ന കൂടെ ഇവരെന്നെ നേരെ ഡയറക്റ്റ് ബെഡിൽ എടുത്ത് കൊണ്ടുപോയി. ഓൾറെഡി അവിടെയുള്ള അറബി ലേഡീസ് തന്നെ വെയിറ്റിംഗ് ആണ്. പക്ഷേ എനിക്കവിടെ പ്രയോറിറ്റി തന്നു, നേരെ എടുത്തി. ഫുൾ വാട്ടർ ബ്രേക്കായി. ഡോക്ടർ സ്കാൻ ചെയ്തപ്പം ബേബി വെയിറ്റ് ഓൺലി 2 kg. ഇത് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. IV ഫ്ലൂയിഡ് തന്ന് കുഞ്ഞിന് ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല, കാരണം ലങ്സിൻ്റെ കപ്പാസിറ്റി വേണം, ലങ് മെച്യൂരിറ്റി ഉണ്ടാവണം. 30 അവർ പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. സോ 34 ആഴ്ച ആയിട്ടുള്ളൂ. എങ്ങനെയെങ്കിലും നമുക്ക് IV ഫ്ലൂയിഡ്സ് തന്ന് കുഞ്ഞിനെ ഒരു 36 ആഴ്ചയെങ്കിലും ആക്കണം എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. എനിക്ക് ആ സമയത്ത് ബ്ലഡ് പ്രഷർ കൂടി, 190/110 ഒക്കെ ആയി. ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്തു, IV ഇൻഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. എല്ലാം താളം തെറ്റി. എൻ്റെ ഡ്യൂ ഡേറ്റ് പറഞ്ഞത് 16 സെപ്റ്റംബർ. ഇത് ഓഗസ്റ്റ് ആയതേ ഉള്ളൂ. എൻ്റെ അമ്മ വരാനിരുന്നത് 25 ഓഗസ്റ്റിലായിരുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്ത് അമ്മ ബഹ്റിനിൽ വരാനിരുന്നത്. ഇവിടെ ആരുമില്ല, ഹസ്ബൻഡിനകത്ത് കയറ്റില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ്, എൻ്റെ സിബ്ലിങ്സ് ഒന്നും എനിക്കില്ല. സോ ഞാൻ ഇതൊന്നും കണ്ടിട്ടുമില്ല. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. 5-ാം തീയതി അഡ്മിറ്റായി. IV ഫ്ലൂയിഡ്സ് ആയിരുന്നു. വാട്ടർ ലീക്ക് ഉണ്ട്. 6-ാം തീയതി സെയിം വാട്ടർ ലീക്ക്, IV ഫ്ലൂയിഡ് ആയിരുന്നു, BP മെഡിസിൻസ്. വെയിറ്റ് ഒത്തിരി ആയിട്ട് കൂടില്ല, ഈ സെയിം 2 kg തന്നെയാന്ന് പറഞ്ഞു. ഫൈനലി ആ സമയത്ത് ഞാൻ ലൈറ്റിൽ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടു, എങ്ങനെയെങ്കിലും കൊച്ചിന് NICU അഡ്മിഷൻ ഇടാൻ പാടില്ല, കാരണം കൊച്ചിനെ എനിക്ക് ഇത്രയും വർഷം ശേഷം കിട്ടുന്നതാണ്.
അപ്പോൾ എൻ്റെ കൺമുമ്പിൽ തന്നെ എനിക്ക് ആ കുഞ്ഞിനെ കാണണം എന്ന് എനിക്കുണ്ടായിരുന്നു. NICU അഡ്മിഷൻ ആണെങ്കിൽ അവിടെ കുഞ്ഞിനെ NICUലാക്കും. നമ്മൾ സിസേറിയൻ ആണെങ്കിലും നോർമൽ ആണെങ്കിലും നമ്മൾ പോയി ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യണം. തിരിച്ച് നമ്മൾ തന്നെ കുഞ്ഞിനെ ഒന്നിൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നമ്മൾ തന്നെ വരണം, അല്ലെങ്കിൽ നമ്മൾ പോയി ബ്രസ്റ്റ് ഫീഡിങ് ചെയ്തിട്ട് നമ്മൾ തന്നെ വരണം. ഒരു ബൈസ്റ്റാൻഡറിനെ അലോ ചെയ്യൂല അവർ. ഇതെല്ലാം എനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ ലൈറ്റ് ക്യാൻഡി പ്രയർ റിക്വസ്റ്റ് ഇട്ട് എങ്ങനെയെങ്കിലും എനിക്ക് ഡെലിവറി കുഞ്ഞിനെ സേഫായിട്ട് കിട്ടണം. എങ്ങനെ തന്നാലും കുഴപ്പമില്ല, കുഞ്ഞ് ജീവനോടെ എനിക്ക് കയ്യിൽ കിട്ടണം, എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞുണ്ടായിരിക്കണം എന്ന് പ്രാർത്ഥിച്ചു. 8-ാം തീയതി അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ്, നമുക്കൊരു കൃപാസന ബഹ്റൈൻ ഗ്രൂപ്പുണ്ട്, അതൊന്നും ഞാൻ ഇവിടെ എഴുതി കൊടുത്തില്ല, ഇപ്പോഴാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. നമ്മളിങ്ങനെ ഈ ഹോസ്പിറ്റൽ വിസിറ്റും കാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുന്നത് ആ ഗ്രൂപ്പ് വഴിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്കറിയില്ല, ഞാൻ നേരിട്ട് കാണാത്ത ആ ചേച്ചിമാരൊക്കെ എൻ്റെ ഹസ്ബൻഡിനെ കോണ്ടാക്ട് ചെയ്യുന്നു, എന്നെ വന്ന് കാണുന്നു. ഇവിടുത്തെ കാശിരൂപവും ജപമാലയൊക്കെ കൊണ്ടുവന്ന് എന്നേക്ക് കുരിശ് വരച്ച് പ്രാർത്ഥിക്കണം. ഞാൻ ആദ്യമായിട്ടാണ് അവരൊക്കെ കാണുന്നത്. ഫോൺ വഴി കോണ്ടാക്റ്റേ ഉള്ളൂ. പൈസ ഗൂഗിൾ പേ പോലെ ബെനിഫിറ്റ് പേ അയക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ സമയത്ത് ആരൊക്കെ സഹായിച്ചെന്നറിയില്ല, അറിഞ്ഞൂടാത്തവരെല്ലാവരും വന്ന് സഹായിച്ചു. ഒരുപാട് പ്രാർത്ഥനയുടെ ഫലമായിട്ട് 5:30, 8-ാം തീയതി 5:30 ഒരു ചേച്ചി വന്ന് പ്രാർത്ഥിച്ചു. 6 മണിക്ക് ഡോക്ടർ പറയാണ്, നിങ്ങളുടെ ബേബി ടയേർഡാണ്, നമുക്ക് CS ചെയ്യാം, എങ്ങനെയെങ്കിലും കുഞ്ഞിന്, കാരണം വാട്ടർ ഇല്ല, only 3 AFI 3 സെൻറ്റിമീറ്ററേ ഉള്ളൂ. സോ ഇനി കുഞ്ഞകത്ത് കിടക്കുന്നത് സേഫ് അല്ല. 2.5 kg എബോ ആണെങ്കിൽ കുഞ്ഞ് നിങ്ങൾക്ക് തരാം, ലെസ് ദാൻ 2.5 kg ആണെങ്കിൽ ഡയറക്റ്റ് NICU. അപ്പോൾ വെയിറ്റ് ഈ 3 ദിവസം കൊണ്ട് 100 ഗ്രാം കൂടുമെന്ന് എനിക്കറിയില്ല. ഞാൻ പ്രത്യേകിച്ചൊന്നും കഴിച്ചുമില്ല. ഡെയിലി NPO ആയിരുന്നു, ഫ്ലൂയിഡ്സ് മാത്രമായിരുന്നു എടുക്കരുന്നത്. അങ്ങനെ 6 മണിയായപ്പോൾ ഓഗസ്റ്റ് 8-ാം തീയതി 6 മണി ഇന്ത്യൻ ടൈം 8:30 എനിക്ക് മോൻ ഇഷാനെ ഉണ്ടായി. അമ്മ മാതാവ് എൻ്റെ കയ്യിൽ ഭദ്രമായിട്ട് തന്നു. നന്ദി അമ്മേ. കുഞ്ഞിന് ജനിച്ചപ്പം OTയിൽ വച്ചെടുത്ത വെയിറ്റ് 2.5, അതായത് എൻ്റെ ആവശ്യം 2.5 കിലോ വെയിറ്റും. NICU അഡ്മിഷൻ പാടില്ല, അവർ NICUയിൽ വച്ചില്ല. കുഞ്ഞ് ജനിച്ച പാടേ പറഞ്ഞു മിറാക്കിൾ ബേബി. കാരണം 2 ദിവസം മുന്നേ വരെ 2 kg കാണിച്ച കുഞ്ഞ് ആ ഡെലിവറി കഴിഞ്ഞപ്പോഴേ 2.5. അവിടെ നമുക്ക് ഒരു ഡോക്ടേഴ്സിൻ്റെ അടുത്തും പറയാൻ പറ്റില്ല, കാരണം എല്ലാം അറബിക് ഡോക്ടേഴ്സാണ്. സോ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നു. നെക്സ്റ്റ് ഡേ തൊട്ട് കുഞ്ഞിൻ്റെ കോംപ്ലിക്കേഷൻസ് തുടങ്ങി. കാരണം അമ്മ എനിക്ക് 2.5 kg വെയിറ്റ് തന്നു, നെക്സ്റ്റ് ഡേ 2 kg ആയി. ഈ 5 എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുഞ്ഞ് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, കുഞ്ഞ് നിൻ്റെ കയ്യിൽ തന്നെ വച്ചോ, നമുക്ക് ഒബ്സർവേഷനിൽ വയ്ക്കാം. അവിടെ കുഞ്ഞിന് നിയോണേറ്റൽ ജോണ്ടിസ് ഉണ്ടായിരുന്നു. അത് പറയുന്ന സമയത്താണ് ഡോക്ടർ പറയുന്നത് കുഞ്ഞിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് കോംപ്ലിക്കേഷൻ, ഇവന് 2 കിലോ വെയിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ കോംപ്ലിക്കേഷൻ, ഇവൻ ജനിച്ച സമയത്ത് ഇവൻ്റെ ടെസ്റ്റിസ് താന്ന് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി അനോമലി സ്കാൻ 20 വീക്സിൽ ചെയ്തപ്പം എല്ലാം നോർമലായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ്റെ ടെസ്റ്റിസ് ഡിസെൻ്റ് ആയിട്ട് വന്നിട്ടില്ല. അത് ഞാനിവിടെ സാക്ഷ്യം പറയാനല്ല ഇന്ന് വന്നത്, അപ്പം അതുകൊണ്ട് ആ പ്രൂഫ് എടുത്തില്ല. പക്ഷേ അമ്മയ്ക്കറിയാം. അതിൽ അൺഡിസെൻ്റ് ടെസ്റ്റിസ് തന്നെ ഡിസ്ചാർജ് സമ്മറിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സ് എന്നെ വിളിക്കുന്നത് കൗൺസിൽ ചെയ്യാനാണ്, ഹസ്ബൻഡിനെ അല്ല വിളിക്കുന്നത്. കാരണം ഞാൻ മാത്രമാണ് എല്ലാ സമയത്തും കൊച്ചിൻ്റെ കൂടെ ഇരിക്കുന്നത്. CS കഴിഞ്ഞാൽ അവരാരെയും നിർത്തില്ല, നമ്മൾ തന്നെ നമ്മുടെ കുഞ്ഞിൻ്റെയും നമ്മളെ കാര്യവും നമ്മൾ തന്നെ നോക്കണം. ഡോക്ടർ വിളിച്ച് കൗൺസിലിംഗ് ചെയ്യുകയാണ്. കുഞ്ഞിൻ്റെ പ്രശ്നം 1, ടെസ്റ്റിസ് വന്നിട്ടില്ല, താഴോട്ട് വന്നിട്ടില്ല. സെക്കൻഡ്, ജനിച്ച സമയത്തെ കൊച്ചിൻ്റെ ടെസ്റ്റിസിൻ്റെ അവിടെ ഒരു മുഖക്കുരു പോലത്തെ ഒരു സാധനമുണ്ട്. അത് എന്താണെന്ന് അവർക്കറിയില്ല, അതെങ്ങനെ പോകുമെന്ന് അവർക്കറിയില്ല.
അതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് വെച്ചാൽ ഒരു 6 മന്ത് വരെ നമുക്ക് ഒബ്സർവ് ചെയ്യാം. അത് കഴിഞ്ഞും അത് ആ ലെവലിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമുക്കതിനെ ലേസർ ചെയ്ത് മാറ്റാം. 3rd കോംപ്ലിക്കേഷൻ അംബലിക്കൽ ഹെർണിയ. ഇത്രയും വർഷം കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ മറന്നുപോയി ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തരണമെന്ന്. എനിക്ക് ഇവിടെ എൻ്റെ ഫസ്റ്റ് നിയോഗം തന്നെ എനിക്ക് അമ്മ മാതാവിൻ്റെ അടുത്ത് സന്തോഷത്തോടെ എൻ്റെ കുഞ്ഞിനെയും എന്നെയും ഇവിടെ കൊണ്ടുവരണമെന്നായിരുന്നു. അത് ഇന്നാണ് സാധിച്ചത്. ഞങ്ങൾ ഇന്നലെ മെനിഞ്ഞാന്ന് വന്നതേ ഉള്ളൂ. അങ്ങനെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ സമയത്ത് എന്താണ് ധൈര്യമാണ് ശരിക്കും തോന്നിയത്, ടെൻഷൻ തോന്നിയില്ല. ദൈവം എന്നെ അമ്മയാക്കിയില്ലേ, അപ്പം അതിൽ കൂടുതലൊന്നും എനിക്ക് ഒരു വിഷമം തോന്നിയില്ല. സ്റ്റിൽ അവന് ശ്വാസമുണ്ട്, അവൻ ജീവനോടെ ഇരിക്കുന്നുണ്ട്. അതിൽ പരം എനിക്കൊരു വിഷമവും എനിക്ക് തോന്നിയില്ല. പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. ഈ ഡോക്ടർ പറയുന്ന ഒരു ദിവസം ചൊവ്വാഴ്ചയാണ്. അപ്പം അന്ന് അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നവരാണെങ്കിൽ മനസ്സുരുക്കി പ്രാർത്ഥിച്ചോ, അത്ഭുതം നടക്കുമെന്ന്. കുഞ്ഞിനെ ആ ബേസിനിൽ കിടത്തിയിട്ട് ഞാൻ നിന്നാണ് അന്ന് ധ്യാനം കൂടിയത്. അന്ന് സിസേറിയൻ കഴിഞ്ഞിട്ട് ഇവൻ വെള്ളിയാഴ്ചയാണ് ഉണ്ടായത്, 4 ദിവസമേ ആയുള്ളൂ. ഞാൻ നിന്ന് എൻ്റെ ഫുൾ ധ്യാനം കൂടി. എന്നിട്ട് അമ്മ എപ്പോഴാണോ എല്ലാം ഓക്കെ ആക്കി തരുന്നത് കുഴപ്പമില്ല, അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. 2 വീക്സിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്നു. അതിൻ്റെ ഇടയ്ക്കും ഡോക്ടർ പറഞ്ഞായിരുന്നു 6 മന്ത് വരെ കണ്ടിന്യൂസ് 2 മന്ത് ഫോളോ അപ്പ് ഉണ്ട് ഈ 3 കാര്യങ്ങൾക്കും വേണ്ടി. അപ്പം അങ്ങനെ ഇരിക്കെ ഒരു 1 വീക്ക് കഴിഞ്ഞപ്പം ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. അത് നെക്സ്റ്റ് ഫ്രൈഡേ ആയിരുന്നു. ആ സമയത്ത് എമർജൻസി പോയി നമ്മൾ കാണിക്കണം കുഞ്ഞിനെ, ജോണ്ടിസ് ആയതുകൊണ്ട് റിപ്പീറ്റ് ബ്ലഡ് കളക്ഷന് വേണ്ടി. അപ്പം അങ്ങനെ പോയ സമയത്ത് ഡോക്ടർ റിപ്പീറ്റ് ബ്ലഡിനാണ് പോയത്. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഒന്ന് ചെക്ക് ചെയ്യാം, എല്ലാം ബോഡിയെല്ലാം ചെക്ക് ചെയ്യാം. അങ്ങനെ ചെക്ക് ചെയ്തു. ഈ സമയത്ത് മേ ബി ഒരു 4 ദിവസമേ ആയുള്ളൂ. ഡോക്ടർ പറയുന്നത് ടെസ്റ്റിസിന് കുഴപ്പമൊന്നുമില്ല, അത് താഴെ വന്നിട്ടുണ്ട്, അതായത് ഡിസെൻ്റ് ആയിട്ടുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാരണം ഒരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും പ്രൈവറ്റ് പാർട്ട് എന്ന് പറയുന്നത് അത് കുഞ്ഞ് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് അവരുടെ ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെയാണ്. അപ്പോൾ അത് ഡിസെൻ്റ് ആവാതെ അവന് നേരെ മൂത്രം ഒഴിക്കാനോ അങ്ങനെയൊന്നും പറ്റില്ല. കാരണം അവൻ്റെ ഹോള് തന്നെ ചെറുതാണ്. അവൻ മൂത്രം ഒഴിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവും. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു 6 മാസം വരെ ആ ഹോള് തന്നെ വളരുമെന്ന് നോക്കും. ഇല്ലെങ്കിൽ അവരെന്തോ ഒരു ട്യൂബ്, അതിനെന്തോ ഒരു പ്രോസസ്സിങ് പേരുണ്ട്, അതെനിക്കറിയില്ല. പക്ഷെ ആ ട്യൂബ് കടത്തി ആ ഹോൾ അവർ വലുതാക്കും. അത് 1 ഇയറിലേ ചെയ്യും. അപ്പം ഈ 1 ഇയർ വരെയും ഈ കൊച്ച് ഈ വേദന സഹിക്കണം. ഈവൻ നൈറ്റ് ആണെങ്കിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്കറിയില്ല, എൻ്റെ അമ്മയ്ക്കറിയാം. കാരണം കുഞ്ഞ് രാത്രിയാണെങ്കിലും കിടന്ന് കരച്ചില്ല മൂത്രം ഒഴിക്കുന്ന സമയത്ത്. ഓരോ മൂത്രം ഒഴിക്കുമ്പോഴും അവന് സ്ലീപ്പ് പോലും ഡിസ്റ്റർബൻസ്. അങ്ങനെ അവൻ കിടന്ന് കരയുമായിരുന്നു. അങ്ങനെ 4ാമത്തെ ദിവസം അറിയുന്നു ടെസ്റ്റിസ് ഡിസെൻ്റ് ആയിട്ടുണ്ടെന്ന്. അത് തന്നെ ഒരു വലിയ കാര്യമായി. അങ്ങനെ ഫസ്റ്റത്തെ സോൾവായി. സെക്കൻഡ് അടുത്തത് അംബലിക്കൽ ഹെർണിയയും പിന്നെ ഒരു മുഖക്കുരു പോലെ ഞാൻ പറഞ്ഞില്ലേ ടെസ്റ്റിസിൻ്റെ അവിടെ അവൻ്റെ പ്രൈവറ്റ് പാർട്ടിൽ ഒരു മുഖക്കുരു പോലത്തെ ഒരു സാധനം തന്നെ ഉണ്ടായിരുന്നു. നേർച്ച വർച്ചസ്സുകളായ ഉടമ്പടി കാശിരൂപവും തൈലം എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് 2026 ജാനുവരി 6-ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും 6 എന്നുള്ളൊരു തീയതി വരുമായിരുന്നു. അപ്പോൾ 6 എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി ചിലപ്പം അത് അന്ന് കൺസൾട്ടേഷനുള്ള ദിവസമാണ് നവംബർ. അവർ 3 മാസം വെച്ച് തന്നെ ഡേറ്റ് തരും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ അത് കിടക്കുന്നതുകൊണ്ടായിരിക്കും എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നുന്നതെന്ന് ഞാൻ വിചാരിച്ചു. 6-ാം തീയതി അതിന് മുന്നേ ആയിട്ട് തന്നെ അംബലിക്കൽ ഹെർണിയ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ കാശ് രൂപം അങ്ങനെ കൊടുത്തുവിടെന്ന് അച്ഛൻ പറയും. പക്ഷേ
എൻ്റെ കുഞ്ഞിന് വേണ്ടിയാണെന്ന് ഞാൻ അമ്മയുടെ അടുത്ത് മാപ്പ് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കാശ് രൂപ ഊരി അവൻ്റെ പൊക്കിളിൽ വെക്കുമായിരുന്നു. കാരണം അത് ഹൊർണിയ ക്ലോസ് ചെയ്യണം. അത് ഈ പ്രായത്തിൽ ദൈവത്തിന് മാത്രമേ അത് സാധിക്കൂ. കാരണം 1 വയസ്സ് വരെ ഡോക്ടേഴ്സ് ഒന്നും ചെയ്യൂല, എന്നെ കൊണ്ടൊന്നും ചെയ്യാനും പറ്റില്ല. ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു, കാശ് രൂപം അവിടെ പൊക്കിളിൽ വയ്ക്കുമായിരുന്നു. എന്നിട്ട് പ്രാർത്ഥിക്കും, അമ്മയുടെ പ്ലാൻ എന്താണോ അത് ചെയ്തു. എൻ്റെ പ്ലാൻ കുഞ്ഞിന് 8 മാസം ആകുമ്പോൾ, അതായത് ഏപ്രിലിൽ ഞാൻ നാട്ടിൽ വരാനിരുന്നയാണ്. ആ സമയത്ത് ഞാൻ റിസൈൻ ചെയ്ത് നാട്ടിൽ വന്ന് സർജറി ചെയ്ത് ഇവിടെ സെറ്റിലാവാം എന്നുള്ള പ്ലാനായിരുന്നു എൻ്റേത്. അമ്മയുടെ പ്ലാൻ എന്താണോ അത് അമ്മ ചെയ്തോളൂ എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. 6-ാം തീയതി അത്ഭുതം. ഞാനാണ് എല്ലാ വട്ടവും ഞാൻ മാത്രമാണ് ഹോസ്പിറ്റലിൽ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്. കാരണം ഹസ്ബൻഡിന് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട്. ഡോക്ടറിനെ കണ്ടു, ഡയപ്പർ ഊരി. അത്ഭുതമെന്ന് പറയട്ടെ, ആ മുഖക്കുരു പോലത്തെ ആ പിമ്പിള് അവൻ്റെ പ്രൈവറ്റ് പാർട്ടിലില്ല. അത് കരിഞ്ഞിരിക്കുന്ന മാത്രമല്ല, അതിലൊരു ബ്ലഡിൻ്റെ സ്റ്റെയിൻ പോലെ തോന്നി. അത് കരിഞ്ഞിരിക്കുന്ന മാത്രമല്ല, ബ്ലഡിൻ്റെ സ്റ്റെയിനും അതിൽ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഡോക്ടർ ഒരു സീനിയർ ഡോക്ടറാണ്. ആ ഡോക്ടർ അവിടുത്തെ സ്റ്റുഡൻസിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അമ്മ ഇത്രയും നാളും ചിന്തിച്ചു അതാണ് അവിടെ ഒരു കുരു ഉള്ളതായിട്ട്. അങ്ങനെ ഞാൻ ഒന്നും കണ്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 2 മാസം വരെയും ഞാൻ അതിന് മുന്നേ ഡയപ്പർ വയ്ക്കാൻ നേരത്തും കണ്ടതാണ്, വേറെ ഡോക്ടേഴ്സിനെയാണ് കാണിച്ചത്. പക്ഷേ ഇപ്പം അതെവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പം എനിക്ക് കാണാൻ പറ്റാത്തതായിരിക്കും, അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ഇതാണ്. ഞാൻ ഇങ്ങനെ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് സഞ്ചാരി മതം എൻ്റെ കൂടെ വരണമെന്ന് പ്രാർത്ഥിച്ചതാണ്. പക്ഷേ ഉടനടി പരിഹാരം ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ അത് എക്സ്പെക്റ്റ് ചെയ്തല്ല ഞാൻ പോയത്. ഡോക്ടർ ചെക്ക് ചെയ്തു, അതവിടെ ഇല്ല. അമ്പലിക്കൽ ഹെർണിയ 6 മാസം ആയപ്പോൾ തന്നെ ക്ലോസായി. ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത്, കുഞ്ഞ് കാലിട്ടടിക്കുന്ന സമയം, അതായത് 6 മാസം കഴിഞ്ഞ് കുഞ്ഞ് കമർന്ന് എഴയാൻ തുടങ്ങുന്ന സമയത്തേ അത് ക്ലോസ് ആവും. ഇനി അഥവാ അത് ക്ലോസ് ആയില്ലെങ്കിൽ 1 വയസ്സ് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് സർജറി ചെയ്യാം, അല്ലെങ്കിൽ 1 വയസ്സ് കഴിഞ്ഞ് നമുക്ക് സർജറി ചെയ്യാം. പക്ഷേ കുഞ്ഞിന് 6 മാസം ജനുവരി 8-ാം തീയതിയാണ് പൂർത്തിയാവുന്നത്. പൂർത്തിയാവുന്നതിന് മുന്നേ തന്നെ അമ്മ ഈ 2 പ്രോബ്ലത്തിനെയും അവൻ്റെ ദേഹത്തു നിന്ന് എടുത്ത് മാറ്റി. അമ്മ മാതാവേ നന്ദി. ഇതാണ് എൻ്റെ കുഞ്ഞിനെ റിലേറ്റ് ചെയ്തുള്ള സാക്ഷ്യം. പ്രഗ്നൻസി ടൈമിലും കുഞ്ഞിനും ഞാൻ എൻ്റെ ഉടമ്പടി കാശിരൂപവും വിശുദ്ധമായ തൈലവും ഉപയോഗിക്കാറുണ്ടായിരുന്നു. അറിയാവുന്നവരൊക്കെ ഉപയോഗിക്കാൻ കൊടുക്കുമായിരുന്നു. 2ാമത് ഞങ്ങളുടെ വിസയുടെ കാര്യമായിരുന്നു. വിസ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വിസ തരുമായിരുന്നു. പക്ഷേ ഒരു മേ ബി ഒരു 3-4 മാസം മുന്നേ അവർ പറഞ്ഞു, ലേഡീസ് സ്റ്റാഫിന് വിസ തരാൻ പാടാണ്. കാരണം ഒത്തിരി ഇപ്പം നമുക്ക് വിസ പോകുന്നു, ഒത്തിരി ഡിപ്പെൻഡൻറ്റ് വിസ പോകുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാനത് ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എഴുതി വച്ച കാര്യമായിരുന്നു വിസയുടെ കാര്യം. ആ വിസ ഓൾറെഡി അമ്മയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു, അതൊന്നും നടക്കാൻ പോവില്ല, ഞാൻ തന്നെ ട്രൈ ചെയ്തോളാം. അങ്ങനെ ഹസ്ബൻഡ് ട്രൈ ചെയ്തു. പക്ഷേ ദൈവം ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്തു. ഹസ്ബൻഡിന് എല്ലാ സഹായവും എല്ലാം ചെയ്തു കൊടുത്തു. അങ്ങനെ ഇരിക്കെ ഞങ്ങൾക്ക് എൻ്റെ കൊച്ചിൻ്റെ വിസ എല്ലാം റെഡിയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ടിക്കറ്റ് എടുത്തു നാട്ടിലേക്ക് വരാൻ. വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ കൊടുത്തു. യുദ്ധം വന്നു, എല്ലാം ഫ്ലോപ്പായി. വിസയില്ല, ഒന്നുമില്ല. ഹസ്ബൻഡിൻ്റെ കമ്പനിയിൽ നിന്ന് പറഞ്ഞു 6 മാസം വരെ വിസ അടിക്കൂ. വിസ അടിച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റേത് അടിച്ചു കഴിഞ്ഞിട്ടേ എൻ്റെ കുഞ്ഞിൻ്റെ അടിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഹസ്ബൻഡിനിട്ട് അമ്മ കൊടുത്ത ഒരു പണിയാണ്. കാരണം ഓൾറെഡി ഞാൻ ഇത് എൻ്റെ സൈഡിൽ നിന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. എൻ്റെ സൈഡിൽ തന്നെ എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. 2 ആഴ്ച കൊണ്ട് അപ്പോൾ അച്ഛൻ്റെ ധ്യാനം ഉണ്ടായിരുന്നു. ആ സമയത്ത് അച്ഛൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കാരുണ്യ പ്രവർത്തികൾ ചെയ്യണം, അത് കൂട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് കേട്ട ഒരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു.
കാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനം ആഴ്ചയിൽ ഇവിടെ നിന്ന് ഫ്രണ്ട്സ് ആരെങ്കിലും വരുന്ന സമയത്ത് പത്രം മേടിച്ചു കൊണ്ടുവരും, അതവിടെ തന്നെ കൊടുക്കും. കൂടുതലും മലയാള പത്രമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കാശിരൂപവും ഇവിടുന്ന് ജപമാലയും, അമ്മയുടെ കാശിരൂപതയുള്ള ജപമാലയും മേടിച്ച് കുഞ്ഞ് ജനിച്ച സമയത്ത് തന്നെ കുഞ്ഞിൻ്റെ പേര് വെച്ച് ഇങ്ങനെ കിട്ടിയ സാക്ഷ്യം പറഞ്ഞ് എനിക്കറിയാമെന്നുള്ളത് മറിഞ്ഞുകൂടാത്തവർക്കും വേണ്ടി കൊടുത്തായിരുന്നു. കാരുണ്യ പ്രവർത്തികൾ 8 മാസം വരെ ദൈവം സഹായിച്ച് എനിക്ക് ഇതുവരെ എല്ലാം ചെയ്യാൻ പറ്റി. ഉടമ്പടി എടുത്ത് ഇന്ന് വരെ എനിക്ക് ചെയ്യാൻ പറ്റി. ഇവിടെ ചില മാസം ചെയ്യാൻ പറ്റാത്ത മാസം ഞാൻ എൻ്റെ അമ്മയ്ക്ക് പൈസ അയച്ചു കൊടുക്കും. അപ്പം അമ്മ എൻ്റെ അനിയത്തിയും കൂടെ ചേർന്ന് ചെയ്യും. ഇപ്പം ഞാൻ ചെയ്യുന്നത് കണ്ട് അവരും കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങി. അതാണ് എൻ്റെ ആത്മീയ വളർച്ചയും. എൻ്റെ ഹസ്ബൻഡും അതുപോലെ കാരുണ്യ പ്രവർത്തികൾ മുമ്പ് ചെയ്യൂലായിരുന്നു, ഇപ്പം ചെയ്യാൻ തുടങ്ങി. വിസയുടെ കാര്യമാണെങ്കിലും ഒരു ദിവസം ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നി ഒരാൾക്കൊരു ഫുഡ് കൊടുക്കണമെന്ന് കൊടുത്തു. അന്ന് ഉച്ചയ്ക്ക് എനിക്ക് വിസ അപ്രൂവായി. ഹസ്ബൻഡ് വിളിച്ചു പറയുന്നു വിസ ശരിയായി എന്നും പറഞ്ഞ്. അതാണ് എനിക്ക് അടുത്ത അമ്മ അനുഗ്രഹം തന്നത്. അടുത്ത 3ാമത് പെട്ടെന്ന് ഓർത്തപ്പം പറഞ്ഞതാ, ഈ ആൾത്താരെ നിൽക്കുമ്പോൾ ഒത്തിരി സമയമില്ലാത്തതുകൊണ്ട് അമ്മ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടെങ്കിലും ക്ഷമിക്കണം. ബൈബിൾ വായിക്കും എല്ലാ ദിവസവും. ചില സമയം രാവിലെ അരമണിക്കൂർ വായിക്കും, അല്ലെങ്കിൽ രാത്രി എന്തായാലും അരമണിക്കൂർ കൂടുതൽ വായിക്കാറുണ്ട്. രാവിലെയും രാത്രിയും വായിക്കാറുണ്ട്. ഫാസ്റ്റിംഗ് എല്ലാ ദിവസവും എടുക്കും. അറിയാവുന്നവരെയും അറിയാത്തവരെയും ആഴപ്പെടുത്തും. ഇതുവരെ എനിക്ക് ഫാസ്റ്റിംഗ് മുടക്കാൻ ദൈവം സഹായിച്ച് പറ്റിയിട്ടില്ല. എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന നമുക്ക് കൃപാസന ഗ്രൂപ്പുകളുണ്ട്. സ്റ്റാറ്റസായിട്ടും അല്ലാതെ നമുക്ക് ഫ്രണ്ട്സ് വഴി ഷെയർ ചെയ്യാനും അച്ഛൻ്റെ ഉടമ്പടി ക്ലാസ്സുകൾ ഷെയർ ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റാറുള്ളൂ. കൂടുതലും അങ്ങനെയാണ്, ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയാണ് നമ്മളിത് ഷെയർ ചെയ്യുന്നത്. ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിനും നെക്സ്റ്റ് ഇനി അടുത്ത പ്രത്യേകിച്ച് ഒരു നിയോഗങ്ങൾ ഇപ്പം ഇല്ല. എന്താണോ എപ്പോഴും പറയുന്ന ഒരു വചനമാണ്, ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്നുള്ള വചനം എപ്പോഴും പറയും. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. എന്താണോ അമ്മയുടെ ഇഷ്ടം അത് തന്നെ നടന്നു പോട്ടെ എന്ന് ചിന്തിക്കുന്നു. ഇന്ന് തന്നെ ഉടമ്പടി എടുക്കാനല്ല ശരിക്കും ഞാൻ വന്നത്. അമ്മയെ എൻ്റെ കുഞ്ഞിനെ ചോറൂണാണ്. അപ്പോൾ അവനെ ഇതുവരെ ഒരു ക്ഷേത്രത്തിലൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് അവനെ ഇവിടെ കേട്ടിട്ട് ഞാൻ ഒരിടത്ത് കൊണ്ടുപോകുമെന്ന് വിചാരിച്ചിരുന്നു. അത് കൊണ്ടുവന്നു. പെട്ടെന്ന് എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് തോന്നി. എത്രയും നേരം ചേട്ടനും ഫാമിലിയും വെയിറ്റ് ചെയ്തു. സാക്ഷ്യം ചോദിക്കാം, അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ചോദിച്ചത്. ഞാൻ വിചാരിച്ചു ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞാലേ സാക്ഷ്യം പറയാമോ എന്ന്. അപ്പോൾ ഒരു ആൻറ്റി പറഞ്ഞു ഇല്ല സാക്ഷ്യം പറയാമെന്ന്. അതുകൊണ്ടില്ല എൻ്റെ കയ്യിൽ പ്രൂഫൊന്നും ഇല്ലാത്തത്. അമ്മ മാതാവിനും ഈശോപ്പയ്ക്ക് ഒരുപാട് നന്ദി. ഇത്രയും അധികം ഇങ്ങനെ അടുത്ത് നിന്ന് കാണാൻ പറ്റിയതിന് വളരെ സന്തോഷം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 26-ാം വാക്യം. യേശു അവരെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഈശോയുടെ സഹനങ്ങളോട് ചേർന്നുകൊണ്ടായിരുന്നു അഞ്ജന അനിലിൻ്റെ അനുഭവ സാക്ഷ്യം. ഓരോ അമ്മമാരുടെയൊക്കെ കടന്നു പോകുന്ന ജീവിത അനുഭവങ്ങളെയായിരുന്നു, പ്രസവത്തിന് സമയത്ത് കടന്നു പോകുന്ന അനുഭവങ്ങളെ ഈ മകൾ ഇവിടെ നിന്ന് വളരെ വേദനയോടും അനുഭവത്തിലും കൂടെയാണ് നമുക്ക് മുമ്പിൽ പങ്കുവച്ചത്. അത് വളരെ പൂർണ്ണമായിട്ട് നമുക്കത് മനസ്സിലാകുകയും ചെയ്തു. അമ്മയുടെ പ്രത്യക്ഷീകരണ മാതാവിൻ്റെ സാന്നിധ്യം സംരക്ഷണവും ഈ മകളോടൊപ്പവും ഇവൾ ജന്മം നൽകിയ കുഞ്ഞിനോടൊപ്പം ഉണ്ടായിരിക്കുന്നു. ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുക ഈ മകളുടെ കുഞ്ഞിന് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ തന്നെയായിരുന്നു. ടെസ്റ്റിസിലുണ്ടായിരുന്ന ഹോളിൻ്റെയും മുഖക്കുരു പോലെ ഉണ്ടായിരുന്ന കുരുവിൻ്റെയുമൊക്കെ അത് പരിശുദ്ധ അമ്മയോടും പരിശുദ്ധ അമ്മയുടെ കാശുരൂപത്തോടും ഉടമ്പടി തൈലമൊക്കെ ചേർത്ത് വെച്ച് അത്ഭുതമെന്നോണം പരിശുദ്ധ അമ്മയുടെ സംരക്ഷണയിൽ വലിയൊരു സൗഖ്യവും വലിയൊരു മാറ്റവുമാണ് ഉണ്ടായത്. ഈ മകളെ നമുക്ക് ദേവസന്നിധിയിൽ അമ്മയോട് ചേർത്ത് വെക്കാം. ഈ മകൾ ഇടയ്ക്ക് പറയുകയും ചെയ്യുന്നുണ്ട്, എൻ്റെ പ്ലാൻ ഇതാണെങ്കിലും അമ്മയുടെ പ്ലാൻ അത് ചെയ്തു കൊള്ളുക എന്നാണ്. അമ്മയുടെ ഇടപെടലും പ്ലാനും ഈ മകൾക്ക് ഒരാശ്വാസമായിട്ട് മാറുകയായിരുന്നു. ഈ അമ്മയോട് ചേർന്ന് കൊണ്ട് നിൽക്കുമ്പോൾ ഈ അമ്മ തൻ്റെ മകളുടെ പറയുന്നത് ഇത് തന്നെയാണ്, മനുഷ്യന് അസാധ്യമായത്
ദൈവത്തിന് സാധ്യമാക്കി തന്നു. ഈ മകളുടെ വേദനകളെയും സഹനങ്ങളെയും അമ്മ എടുത്തു മാറ്റിക്കൊണ്ട് ആശ്വാസത്തിൻ്റെ നന്മ നൽകുകയും നല്ലൊരു കുഞ്ഞിനെയും ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകി അമ്മ മാതാവ് ഈ മകളെ അനുഗ്രഹിക്കുക ചെയ്തു. നമുക്കെല്ലാവർക്കും പരിശുദ്ധ പ്രത്യക്ഷീകരണ മാതാവിനോട് ചേർന്നുകൊണ്ട് നന്ദി അർപ്പിക്കുകയും ഈ മകളുടെ ജീവിതത്തിൽ അമ്മ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് 1000 നന്ദി അർപ്പിക്കുകയും ചെയ്യാം.